യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനായി യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ ഓപ്ഷനാണ് ഈ ഗിഫ്റ്റ്സ് ജുവൽസ് ആൻഡ് റൂബീസ് എന്ന് പറയുന്നത്. ഇത് ഈ ലൈവ് ചെയ്യുന്ന നിങ്ങളിൽ പലർക്കും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങൾക്ക് ഇത് അയച്ച് തരുന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഈ ഗിഫ്റ്റ്സ് ജുവൽസ് ആൻഡ് റൂബീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് ഈ ഓഡിയൻസിന് ഏത് രൂപത്തിലാണ് ഈ ഗിഫ്റ്റ്സ് കിട്ടുന്നത്, ഈ ഓഡിയൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്ന ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഗിഫ്റ്റ്സ്, ഈ പോയിൻറ്റ്സ് യൂട്യൂബ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഡോളറാക്കി നിങ്ങളെ കാണിക്കുന്നത്, ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ രീതി എന്താണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, വലിയൊരു ഡൗട്ട് ഉണ്ട്. അതും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ലൈവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിലും, കാരണം കിട്ടാത്തവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഓപ്ഷൻസ് കിട്ടിയിരിക്കും, നിങ്ങൾക്കും ഇതിലൂടെ പൈസ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക, കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഏറ്റവും ആദ്യം ഈ ഒരു സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത് ഈ ലൈവ് ചെയ്യുന്ന ചാനലുകൾ, അതും മോണിറ്റൈസ് ആയ ചാനൽ, ഹാഫ് മോണിറ്റൈസേഷൻ എങ്കിലും ആയാൽ മതി, അങ്ങനെയുള്ള ചാനലുകൾക്കാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ മോണിറ്റൈസ് ആയ ചാനലുകൾ അവർ ലൈവ് ചെയ്യുമ്പോൾ അവരുടെ ലൈവിൽ വരുന്ന ഓഡിയൻസിന് കാശ് കൊടുത്ത് ഈ ജുവൽസ് വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെ അവർ വാങ്ങിക്കുന്ന ജുവൽസിൽ നിന്നും കുറച്ച് ജുവൽസ് ചിലവാക്കി അവർക്ക് പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ വാങ്ങിച്ചിട്ട് ഈ ക്രിയേറ്റേഴ്സിന് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രിയേറ്റേഴ്സ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലൈവിൽ ഒരു ആനിമേഷൻ പോലെ ഇതേപോലെ അവർക്ക് ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞ് അവരുടെ ലൈവിൽ കാണിക്കുകയും ചെയ്യും. ഇവിടെ ഓഡിയൻസ് ഗിഫ്റ്റ് അയക്കാൻ നോക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും അവർക്ക് ഈ സ്ക്രീൻ കാണിക്കുന്നത്. ഇവിടെ കുറേ ഗിഫ്റ്റുകൾ കാണിക്കുന്നുണ്ട്. ഓരോ ഗിഫ്റ്റിൻ്റെയും താഴെ ആ ഗിഫ്റ്റിന് എത്ര ജുവൽസാണ് നമ്മൾ ഈ ചിലവാക്കേണ്ടത് അതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അർജൻറ്റീന 98 ജുവൽസ്, റെഡ് കാർട്ട് 250 ജുവൽസ്, പിന്നെ സമോസ, പാനിപ്പൂരി, മാംഗോ ലസ്സി, അങ്ങനെ കുറേ ഗിഫ്റ്റുകളുണ്ട്. ഇപ്പോൾ ഈ ഓഡിയൻസിന് ഇതിൽ നിന്നും ഏത് ഗിഫ്റ്റാണോ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയേറ്ററിന് അയച്ചു കൊടുക്കാൻ താല്പര്യം, ആ ഗിഫ്റ്റിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് ഇവിടെ പേയ്മെൻറ്റും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് ഈ ഗിഫ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയേറ്ററിൻ്റെ ലൈവിൽ ഒരു ആനിമേഷൻ പോലെ ഈ ഗിഫ്റ്റ് എത്തുകയും ചെയ്യും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരുപാട് ഓഡിയൻസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ ഓപ്ഷൻ കാണിക്കുന്നില്ല, ആരുടെയും ലൈവിൽ കയറി അവർക്ക് ഗിഫ്റ്റ് അയക്കാൻ പറ്റുന്നില്ല. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇതൊരു പുതിയ ഓപ്ഷനാണ്. ഇത് എല്ലാവരിലേക്കും റോൾ ഔട്ടായി എത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പം നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയിരിക്കും. ഇനി നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. ഈ ഓഡിയൻസ് ഈ ജുവൽസ് വാങ്ങിക്കുന്നത് ബണ്ടിൽസ് ആയിട്ടാണ്, പൈസ കൊടുത്ത് ബണ്ടിൽസ് ആയിട്ടാണ് അവർ ജുവൽസ് വാങ്ങിക്കുന്നത്, ഒന്നോ രണ്ടോ ആയിട്ടല്ല. ഇങ്ങനെ അവർ ബണ്ടിൽസായിട്ട് വാങ്ങിക്കുന്ന ജുവൽസിൽ നിന്നും കുറച്ച് ചിലവാക്കിയാണ് അവർ ഓരോരുത്തരുടെയും ലൈവിൽ കയറി ഗിഫ്റ്റുകൾ അയക്കുന്നത്. ഇങ്ങനെ അവരയക്കുന്ന ഈ ഗിഫ്റ്റുകൾ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആനിമേഷൻ പോലെ നമ്മുടെ ലൈവിൽ കാണിക്കുമെങ്കിലും ഈ ഗിഫ്റ്റുകൾ, അതായത് ഈ ജുവൽസ് നമുക്ക് റിസീവ് ആകുന്നത്, നമുക്ക് കിട്ടുന്നത് റൂബീസ് ആയിട്ടാണ്. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കാണാൻ പറ്റും, റൂബീസ് ആൻഡ് എന്ന് പറഞ്ഞിട്ട്. എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഈ റൂബീസായിട്ട് കിട്ടുന്ന ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, ഒരു റൂബി എന്ന് പറയുന്നത് $0.01 എന്ന് പറഞ്ഞാൽ നമുക്ക് 100 റൂബീസ് കിട്ടുമ്പോഴാണ് നമുക്ക് $1 കിട്ടുന്നത്. ഇതാണ് യൂട്യൂബിൻ്റെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പൈസ യൂട്യൂബിൻ്റെ നോർമൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ തന്നെ, അതായത് ആഡ്സെൻസിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും. ഇനി ഇവിടെ 2 കാര്യങ്ങളിലാണ് ഒരുപാട് പേര് കൺഫ്യൂസായി കിടക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവരുടെ ലൈവിലെ ഈ ഓഡിയൻസ്, ഒരുപാട് ഓഡിയൻസ് ഫ്രീ സ്റ്റിക്കേഴ്സ് അയക്കുന്നുണ്ട്. അതായത് പൈസ കൊടുക്കാതെ തന്നെ കിട്ടുന്ന സ്റ്റിക്കേഴ്സ് ഫ്രീ ആയിട്ട് അവർ അയക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ഈ ഫ്രീ സ്റ്റിക്കേഴ്സിൽ നിന്നും അവർക്ക് അവരുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പേയ്മെൻറ്റും കാണിക്കുന്നുണ്ട്, അതായത് റൂബീസും കാണിക്കുന്നുണ്ടെന്ന് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, യൂട്യൂബ് ഒരിക്കലും ഈ ഒരുപാട് ആളുകൾ അയക്കുന്ന ഈ സ്റ്റിക്കേഴ്സിന്, ഫ്രീ സ്റ്റിക്കേഴ്സിന് വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുക്കത്തില്ല. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് 2 കാര്യങ്ങളാണ്.
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റ്സ് ആൻഡ് ജുവൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ ഒരു അപ്ഡേറ്റ് ആണ്, പുതിയ സംഭവമാണ്. അപ്പോൾ ഇത് യൂട്യൂബിൽ കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ യൂട്യൂബിന് പറ്റുന്ന ഒരു തെറ്റായിരിക്കാം ഇത്. രണ്ടാമത്തെ കാര്യവും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റ്സ് ആൻഡ് ജുവൽസ് പുതിയതാണ്. അപ്പോൾ യൂട്യൂബ് വിചാരിച്ച് കാണും ഇതിനൊന്ന് പ്രൊമോട്ട് ചെയ്താലോ, ഒരു പ്രൊമോഷൻ ചെയ്താലോ. കാരണം യൂട്യൂബിന് അറിയാം ഇപ്പോൾ നടക്കുന്ന ലൈവിൽ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ കൂടുതൽ കമൻറ്റ്സ് അയക്കും, ഞാൻ കൂടുതൽ സ്റ്റിക്കേഴ്സ് അയക്കും. അതുപോലെ തന്നെ ഈ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ചില ഓഡിയൻസിൻ്റെ ഇടയിലും ചില സമയത്ത് കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. ഞാൻ കൂടുതൽ പൈസ അയക്കും എന്നുള്ള രീതിയിലുള്ള കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. അപ്പോൾ യൂട്യൂബ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി കുറേ ആളുകൾക്ക് ഈ ഫ്രീ സ്റ്റിക്കേഴ്സ് കൊടുത്തതായിരിക്കും. അപ്പോൾ അവർ ഈ ഫ്രീ സ്റ്റിക്കേഴ്സ് അയച്ച് തീർന്നു കഴിയുമ്പോൾ പിന്നീട് അവർ ഈ വാശിപ്പുറത്ത് അവർ സ്റ്റിക്കേഴ്സ് കാശ് കൊടുത്ത് മേടിച്ച് അയക്കാൻ തുടങ്ങും. ചിലപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ യൂട്യൂബ് ചെയ്യുന്നതുമായിരിക്കാം. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടിയാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ചില ആളുകൾ മോണിറ്റൈസ് ആയതിനു ശേഷവും അവർക്ക് ഈ ഒരു ഓപ്ഷൻ അവർക്ക് പ്രോപ്പർലി സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ ഗിഫ്റ്റ്സ് ആൻഡ് ജുവൽസ് ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ആഡ്സെൻസിൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളിത് ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ യൂട്യൂബ് അവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നേരത്തെ മോണിറ്റൈസ് ആയിട്ടുള്ള ആളുകൾ അവർ ഈ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇത് സെറ്റ് ആയിക്കോളും. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് റീസെൻ്റ്ലി മോണിറ്റൈസ് ആയവർക്കാണ്. അതായത് നമ്മുടെ ആഡ്സെൻസിൽ ഈ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ $10 ആകുമ്പോഴാണ്. പക്ഷേ ഈ പുതിയതായി ഈ മോണിറ്റൈസ് ആയിട്ടുള്ളവർ അവർക്ക് ഇതുവരെ $10 ആയിട്ടില്ലെങ്കിൽ അവർ ഈ ഗിഫ്റ്റ്സിൻ്റെ ഓപ്ഷൻ ഓൺ ചെയ്യാൻ പോകുമ്പോഴും യൂട്യൂബ് പറയും നിങ്ങൾ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും യൂട്യൂബ് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും യൂട്യൂബിനെ ഒട്ടും വിശ്വാസമില്ല. കാരണം നമ്മുടെ ഒരു ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ അതിൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ $10 യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കണം. ആ ഒരു പേയ്മെൻറ്റ് ത്രഷോൾഡിൻ്റെ ആ ഒരു റൂള് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഗിഫ്റ്റ്സ് കൊണ്ടുവന്നിട്ട് അത് ഓൺ ചെയ്യണമെങ്കിൽ $10 ആകാതെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ആഡ്സെൻസിലേക്ക് കൊണ്ടുപോകുന്നത്. കംപ്ലീറ്റ്ലി കൺഫ്യൂസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്നുവരെ നിലനിൽക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ്സ് ആൻഡ് ജുവൽസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതുവരെ ഉള്ളത്. ബാക്കി യൂട്യൂബ് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.